രോഹിത്, വഖഫ് ബോർഡ്, വഖഫ് എന്ന് പറയുമ്പോൾ തന്നെ തൊണ്ടയ്ക്ക് ഒരു ഖോ വരുന്നുണ്ട് അല്ലെ? വഖഫ് ബോർഡിന്റെ പ്രശ്നം, മുനമ്പം പ്രശ്നം, അതായത് ഒരു ഭൂമി നമ്മുടെ അഖണ്ഡ ഭാരതത്തില് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ഭൂമി അങ്ങ് പതിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് അവകാശവാദമായിട്ടാണ് ഇപ്പൊ വഖഫ് ബോർഡ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മുനമ്പത്തെ പ്രശ്നമാണ് ഇന്ന് കേരളം ഒട്ടാകെ, അതായത് ഒരു 440 ഏക്കറോളം വരുന്ന സ്ഥലം അത് വഖഫിന്റെ ആണെന്ന് പറഞ്ഞ് അവര് പ്രശ്നം ഉണ്ടാക്കി. വഖഫ് ബോർഡ് എന്താണ് ഈ വഖഫ് ബോർഡ്? അവർക്ക് ആരാണ് പരമോന്നത അധികാരം ഇതിനൊക്കെ കൊടുത്തത്? സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും. നമ്മുടെ ഭാരതത്തിലെ സുപ്രീം കോർട്ടാണ് നമ്മുടെ പരമോന്നത നീതിപീഠം. നമുക്ക് കൃത്യമായി എല്ലാ ജില്ലകളും അവരുടെ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തും വാർഡുകളും തിരിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മളുടെ. അവിടെ ഒരു ഭൂമി കാണിച്ചുകൊണ്ട്, അതായത് അവരുടെ ആൾക്കാരിൽ നിന്ന്, പിൻതലമുറക്കാരിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ച് വർഷങ്ങളായിട്ട് ആൾക്കാർ താമസിക്കുന്ന ഭൂമിക്ക് വഖഫ് ബോർഡിനാന്ന് പറയുമ്പോൾ വഖഫ് ബോർഡ് ട്രൈബ്യൂണലുകൾക്കൊക്കെ പരമാധികാരം കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണോ ഇതൊക്കെ നടക്കുന്നത്? നോക്കൂ, ഈ മുനമ്പം വിഷയം മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഇപ്പൊ മുനമ്പത്ത് തിങ്ങിപ്പാർക്കുന്ന സാധാരണക്കാരായ എല്ലാ മതവിഭാഗത്തിലും പെട്ട ഈ ഭൂമി വഖഫ് ഭൂമിയാണ് ഇവിടെ ഇറങ്ങിക്കൊടുക്കുക. ഒരു ദിവസം സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ഉറങ്ങിക്കിടന്നവരെ പിറ്റേന്ന് രാവിലെ വിളിച്ചോണ്ടി പറയുന്നത്, നിങ്ങൾ താമസിച്ച ഭൂമി, ഇവരുടെ അച്ഛനും മുത്തച്ഛനും ഒക്കെ താമസിച്ച ഭൂമിയാണ്, ഇവരുടെ പരമ്പരയിലുള്ളവർ പണം കൊടുത്തു വാങ്ങി ഉപയോഗിക്കുന്ന ഭൂമിയാണ്, ഇത് രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്, ഇവർ കരമടയ്ക്കുന്നുണ്ട്, ഇവരുടെ പേരിലുള്ള ആധാരമുണ്ട്. പക്ഷെ ഇത് വഖഫ് ഭൂമിയായിരുന്നു എന്നും ഇവിടെ നിങ്ങൾ കുടിയേറ്റക്കാരാണെന്നും ഇത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഒരു വൈകാരിക തലമുണ്ട്. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ദേവസ്വം ബോർഡ് പോലെ തന്നെ ഓരോ മതവിഭാഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സ്വത്ത് സംരക്ഷിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സർക്കാർ സംവിധാനത്തിൽ നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് ഇത് ഹിന്ദു രാഷ്ട്രമായിരുന്നുവെന്നും ഇവിടേക്ക് വന്നു കയറിയവരാണ് ഇവിടെയുള്ള, അതിവിടെ അതിഥികളായി വന്നവരാണ്, അതിഥിദേവോ ഭവ എന്ന ഒരു മന്ത്രം ജീവിതചര്യയായി കൊണ്ടു നടന്നിരുന്ന ഒരു കാലത്ത് നമ്മുടെ നാടുവാഴികൾ, രാജാക്കന്മാർ ഇവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അവർക്ക് ഇവിടെ കുടുംബത്തോടൊപ്പം പാർക്കാനുള്ള സൗകര്യങ്ങളെല്ലാം കൊടുത്ത് മുന്നോട്ട് പോയൊരു രാഷ്ട്രമാണ്. അവരിവിടെ അവരുടെ മതപരമായ ജോലികൾ ചെയ്തു, അവരുടെ മതത്തിലേക്ക് ആളുകൾ വന്നു ചേർന്നു, അന്യ രാജ്യത്ത് നിന്ന് ഇവിടെ അവരുടെ സന്തതി പരമ്പരകളൊക്കെ ഉണ്ടാകുന്നു. എല്ലാ മതങ്ങളും ഇവിടെ ഏകോദര സഹോദരന്മാരെ പോലെ ഒരുമിച്ച് പോവുകയാണ്. എല്ലാ മതവിഭാഗം ആളുകൾക്കും ഇവിടെ സ്വത്തുക്കളുണ്ട്, ഭൂമിയുണ്ട്. ദേവസ്വം ഭൂമി എത്രയോ പേർ കയ്യേറി പാർക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് പേർക്കുന്നുണ്ട്. നോക്കൂ, ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ജനം ടിവിയുടെ ഒരു കാർഡ് കാണാം. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെ അള്ളാഹുവിന്റെ സ്വത്ത് ഒഴിഞ്ഞു കൊടുക്കണം ആഹ്വാനവുമായി സമസ്ത നേതാവ് ഉമർ ഫൈസി. അള്ളാഹുവിന്റെ സ്വത്താണെങ്കിൽ അള്ളാഹുവിന് മുന്നിൽ അള്ളാഹുവിന് എന്തിനാണ് സ്വത്ത്? അള്ളാഹുവിന്റെ സ്വത്താണെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ മുസൽമാനെന്നോ ഒന്നുമില്ല. അവിടെ തിങ്ങിപ്പാർക്കുന്നതെല്ലാം അദ്ദേഹത്തിന്റെ മക്കളാണ്. അദ്ദേഹം പരമകാരുണ്യവാനായ അള്ളാഹു അങ്ങനെയാണ് എല്ലാവരെയും ഏകോദര സഹോദരങ്ങളെ പോലെ കാണാനാണ് പഠിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുറാനിൽ എങ്ങും ഉപയോഗിച്ചിട്ടില്ലാത്ത വാക്കാണ് വഖഫ്. എന്താണ് വഖഫ് ചെയ്യുക? നോക്കൂ, ശാരിക ഒരു ഇസ്ലാം മത വിശ്വാസിയാണെന്ന് വെക്കുക. ശാരികയ്ക്ക് തന്റെ സ്വത്തിൽ നിന്ന്, താങ്കളുടെ സ്വത്തിൽ നിന്ന് ഒരു വിഹിതം എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാകുമ്പോൾ അതൊരു സ്ഥാപനത്തിനോ ഒരു സംഘടനയ്ക്കോ ഒരു വ്യക്തിക്കോ എഴുതി കൊടുത്താൽ പിന്നീട് അത് കൈമാറ്റം ചെയ്യപ്പെടാനോ അതില്ലാതായി പോകാനോ സാഹചര്യമുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ പേരിലേക്ക് എഴുതി കൊടുക്കുന്നതാണ് വഖഫ് ചെയ്യുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ആ വാക്കില്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോ അത് അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ വഖഫ് ചെയ്യുന്ന സ്വത്ത് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അത് വസ്തുവാകാം അല്ലെങ്കിൽ പണമാകാം, എന്തോ ആയിക്കോട്ടെ, ഇത് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് മതം പഠിപ്പിക്കാനും ഖുർആൻ പഠിപ്പിക്കാനും അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾക്കും പള്ളിയുടെ ഡെവലപ്മെന്റിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കേണ്ട സ്വത്താണ് എന്നാണ്. അല്ല, കൊടുക്കുന്ന ആളാണ് തീരുമാനിക്കുന്നത് ഇത് എന്തിനു വേണ്ടി വഖഫ് ചെയ്യണം എന്നുള്ളത്. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഒരു ഇസ്ലാം മത വിശ്വാസിയാണെന്ന് വെച്ചാൽ ഞാൻ എന്റെ കയ്യിലുള്ള ഒരു 10 ഏക്കർ സ്ഥലം വഖഫ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ പറയാം, ഇതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് ഈ നാട്ടിലെ പെൺകുട്ടികളുടെ പഠനത്തിന് ഉപയോഗിക്കൂ, അല്ലെങ്കിൽ ഈ നാട്ടിലെ ആൺകുട്ടികളുടെ പഠനത്തിന് ഉപയോഗിക്കൂ. അത് മുസ്ലിം പെൺകുട്ടിയെന്നോ ഹൈന്ദവ പെൺകുട്ടിയെന്നോ ക്രിസ്ത്യൻ മതവിശ്വാസം പേരുന്ന പെൺകുട്ടിയെന്നോ ആൺകുട്ടിയെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. എനിക്കത് പറഞ്ഞേൽപ്പിക്കാം. ഒരാൾ ഇതിനൊരു അതോറിറ്റി ഉണ്ടാവും. ആ അതോറിറ്റിയാണ് ഇതിന്റെ ചുമതലകൾ വഹിക്കുക. ഇനി ആ അതോറിറ്റി ഈ വഖഫ് ചെയ്ത ആൾ പറഞ്ഞ രീതിയിലല്ല ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ അത് അയാളെ മാറ്റാൻ ഇവരുടെ മതപരമായ അവകാശങ്ങൾ നിലനിൽക്കുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങൾ, ചില ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് ഈ പറയപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനോ ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഈ സ്വത്തിന്മേൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും വഖഫ് ചെയ്യുന്നത് കൊണ്ട് വഖഫ് ചെയ്യുന്ന ഭൂമിയിൽ മാറ്റാൻ അവർക്ക് അവകാശമുണ്ട്. അതായത് ആവശ്യമെങ്കിൽ ഇത് കൈമാറ്റം ചെയ്യാം, ആവശ്യഘട്ടത്തിൽ കൈമാറ്റം. അങ്ങനെ പണ്ടൊരിക്കൽ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ഭൂമി ആയിരിക്കാം ഇത്. പക്ഷെ ഷാരിക പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഇത്
അങ്ങനെ നോക്കുമ്പോൾ ഇതിനു മുമ്പ് ഈ വസ്തു ആരുടേതായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഈ വഖഫ് ചെയ്യപ്പെടുന്നതിന് മുമ്പ്, വരുന്നതിന് മുമ്പ് ഇവിടേക്ക് ഈ പറയപ്പെടുന്ന ഇസ്ലാം മത വിശ്വാസികളും ക്രൈസ്തവ മത വിശ്വാസികളും ഒക്കെ വരുന്നതിന് മുമ്പ് ഈ ഭൂമി ആരുടേതായിരുന്നു? ആ ചോദ്യമോടെ ബാക്കിയാണ്. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പേ അവകാശമുള്ള ധാർമ്മികമായി ചോദിക്കുകയാണ്, നിയമപരമായി അല്ല ഞാൻ ചോദിക്കുന്നത്. നോക്കൂ, ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാം മത വിശ്വാസികൾ വരുന്നത് കേരളത്തിലേക്കാണ്. ചേരമൻ ചർച്ച് നമ്മുടെ മുന്നിൽ ഇങ്ങനെ സിമ്പിളായി നിൽക്കുകയാണ്. കൊടുങ്ങല്ലൂരിലേക്ക് വന്ന ഇവർ അന്ന് ഭരിച്ചിരുന്ന നാടുവാഴികൾക്ക് മുമ്പിൽ ഞങ്ങൾ അറബി നാട്ടിൽ നിന്ന് വന്നവരാണെന്നും ഞങ്ങൾ ഇസ്ലാം മത വിശ്വാസികളാണെന്നും ഞങ്ങൾക്ക് ഇവിടെ പാർക്കാൻ കുറച്ച് സ്ഥലം വേണമെന്നും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടേതായ ആരാധനാലയം പണിയണമെന്നും പറഞ്ഞപ്പോ കൊടുങ്ങല്ലൂരിൽ ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന തടിയും പണിത് വെച്ചിരുന്ന തടിയും കട്ടയും കൊടുത്ത് ഇവിടുത്തെ ഹൈന്ദവരായ സഹോദരങ്ങൾ അവർക്ക് വേണ്ടി പണിത് കൊടുത്ത ആരാധനാലയം ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ യൂട്യൂബിൽ ഇത് സംബന്ധിച്ച പ്രസംഗങ്ങൾ ഇസ്ലാം മത ആചാര്യന്മാർ പണ്ഡിതന്മാർ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ നമുക്ക് ലഭിക്കും. അന്ന് വന്നത് 6 or 7 പുരുഷന്മാരായിരുന്നു. പിന്നീട് അവർ നാടുവാഴിയെ കണ്ട് ഞങ്ങൾക്കൊരു കുടുംബം വേണമെന്നും ഈ നാട്ടിൽ നിന്ന് സ്ത്രീകളെ പങ്കാളികളായി സ്വീകരിക്കാൻ അനുവദിക്കണമെന്നും പറഞ്ഞപ്പോ നാട്ടുകൂട്ടം വിളിച്ചുകൂട്ടി ഇവർക്ക് ഒടൊപ്പം ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് ജീവിക്കാം എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ്, സംസ്ഥാനമാണിത്. അപ്പോ ഇവരുടെയൊക്കെ തലമുറ എടുത്താൽ അവിടെ, അതായത് ഇപ്പോൾ ഈ പറയപ്പെടുന്ന സ്വത്തിൽ നിന്ന് അന്യമതസ്ഥരെയും ഈ മതസ്ഥരെയൊക്കെ ഈ വഖഫ് ബോർഡിന്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് ഇറക്കി വിടാൻ നിൽക്കുന്ന ആളുകൾ ചിന്തിക്കണം, നിങ്ങളുടെയൊക്കെ രക്തത്തിലെങ്ങോ ഈ പറയപ്പെടുന്ന ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും ഒക്കെ അംശമുണ്ട്. നിങ്ങൾ അന്യനാടുകളിൽ നിന്ന് ഇവിടെ വന്നു. നമ്മൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും 2 കൈയും നീട്ടി സ്വീകരിക്കുക. നമുക്ക് മതമോ ജാതിയോ ഒന്നും നോക്കിയിട്ടല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പിന്നെ ഇത് വർഗീയപരമായി നാടിനെ ഭിന്നിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഒരു സമയത്ത് ഇസ്ലാമിക രാഷ്ട്രമാക്കണം, ഏതാണ്ട് 2040 45 ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കും എന്ന് പറഞ്ഞ് നടക്കുന്ന സംഘടനകളുണ്ട്. ഹൈന്ദവ രാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന മറ്റു ചില ആളുകളുമുണ്ട്. ഹൈന്ദവ രാഷ്ട്രമാക്കണം എന്ന് പറയുമ്പോൾ, ഞാൻ ഒരിക്കൽ കുമ്മനം രാജശേഖരന്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഹൈന്ദവ രാഷ്ട്രമാക്കണമോ ഇന്ത്യ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇന്ത്യ എന്തിനാണ് ഹൈന്ദവ രാഷ്ട്രമാക്കുന്നത്? ഇന്ത്യ ഹൈന്ദവ രാഷ്ട്രമാണ്. എന്താണ് ഹൈന്ദവ രാഷ്ട്രം എന്ന സങ്കല്പം? അത് മനസ്സിലാക്കണം. എല്ലാവരെയും ഒരുപോലെ ഉൾപ്പെടുന്ന, എല്ലാ മതവിഭാഗങ്ങൾക്കും ആരാധിക്കുവാനും ആരാധന ചെയ്യുവാനും ഇടം കൊടുക്കുന്ന, അവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രം. അതാണ് ഈ ഹൈന്ദവ രാഷ്ട്രം എന്നുകൊണ്ട് അവരുദ്ദേശിക്കുന്നത്. രാമരാജ്യം, എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുക എന്നതാണ്. നോക്കൂ, നരേന്ദ്രമോദി കഴിഞ്ഞ ഇത്രയും കാലം കൊണ്ട്, 1 പതിറ്റാണ്ട് കാലം കൊണ്ട് രാജ്യം ഭരിക്കുന്നു. വർഗീയ കലാപങ്ങളുണ്ടോ അവിടെ? ഇല്ല. മണിപ്പൂർ വിഷയങ്ങൾക്കൂടെയൊക്കെ ഉള്ളറകൾ തേടിപ്പോയാൽ അതൊക്കെ വർഗീയ കലാപമാണോ എന്താണ് എന്നുള്ളത് കൃത്യമായി തലയിൽ നല്ല ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാവുന്നതാണ്. ഞാൻ നരേന്ദ്രമോദിയെയോ BJP സർക്കാരിനെയോ പുകഴ്ത്തുകയല്ല. സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം അപ്പോൾ എടുത്തിരും ഗുജറാത്ത് കലാപവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും. ഇതിന്റെ ഒക്കെ പിന്നിൽ മറ്റു പല അജണ്ടകൾ ഉണ്ടായിരുന്നു. നമ്മൾ മുന്നിൽ നിൽക്കുകയാണ്. അവർ ഭരിക്കുമ്പോൾ, BJP ഭരിക്കുമ്പോൾ ഇവിടെ വർഗീയമായ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. ഇസ്ലാം മതവിഭാഗങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല. പറയാൻ കെട്ടിച്ചമച്ച ഒരുപാട് കേസുകൾ എടുത്തു പറയാനുണ്ടാവും. നോക്കൂ, വഖഫ് നിയമപ്രകാരം വഖഫ് ബോർഡിന്റെ അധികാര പരിധികളിൽ മേൽ കേന്ദ്ര സർക്കാർ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ പോകുന്നു, അല്ലെങ്കിൽ അത് പരിമിതപ്പെടുത്താൻ പോകുന്നു. പക്ഷെ ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യൂട്യൂബിൽ നിങ്ങൾ പോയാൽ മനസ്സിലാകും, നരേന്ദ്രമോദി സർക്കാരോ തദ്ദേശീയമായ സർക്കാരുകളോ അറിയാതെ കൃത്യമായി ഇവരൊരു ഡേറ്റാ ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി വിവിധ മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന വിവിധ സ്ഥലങ്ങൾ, ഇപ്പൊ ഫറൂഖ് കോളേജിന്റെ കഥ പറഞ്ഞു, ഇത് വഖഫിന്റേതാണ് എന്ന് അവരവിടെ രേഖപ്പെടുത്തി വെച്ചു. അവരുടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. കൃത്യമായ വാർഡും കൃത്യമായ ചതുരശ്ര കിലോമീറ്റർ ഉൾപ്പെടെയാണ് അവരതിനകത്ത് ഇൻസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വഖഫ് ബോർഡിന്റെ സ്ഥലത്തേക്ക് ഈ പറയപ്പെടുന്ന കുടിയേറി പാർത്തു എന്ന് തീരുമാനിച്ചാൽ നിയമപരമായി ഇത് തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കേസാക്കി, വകുപ്പാക്കി ഇതിനെ മാറ്റിവെച്ചിരിക്കുകയാണ്. ആരാണ് ഈ വകുപ്പാക്കി മാറ്റിവെച്ചിരിക്കുന്നത്? ഇത് മുന്നേ പോയ സർക്കാരുകൾ ഇവർക്ക് കൊടുത്ത പ്രിവിലേജുകൾ, നിയമപരമായ പ്രിവിലേജുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ്. അതാണ് ഭേദഗതി വരുത്തണം എന്ന് പറയപ്പെടുന്നത്. നമുക്ക് വഖഫ് ബോർഡ് ആവശ്യമാണ്. കാരണം അവരുടെ മതവിശ്വാസത്തിന്റെ മതപരമായ സ്വത്തുവകകൾ സംരക്ഷിക്കുവാനും വഖഫ് ചെയ്യപ്പെടുന്ന സ്വത്ത് സംരക്ഷിക്കുവാനും അവർക്ക് അവകാശമുണ്ട്. അത് പക്ഷെ ഇന്ന് തിങ്ങി പറക്കുന്ന സാധാരണക്കാരന്റെ നെഞ്ചത്തേക്ക് കയറാനോ അവരെ ഇറക്കി വിടാനോ ഒന്നുമുള്ള സ്വത്തല്ല. പിന്നെ ഞാൻ പറയുന്നു, കൃഷ്ണനാകട്ടെ, കർത്താവാകട്ടെ, അള്ളാഹു ആകട്ടെ, ആരോ ആയിക്കൊള്ളട്ടെ, ഇവരെല്ലാവരും ദൈവങ്ങളാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഒരു വലിയ ശക്തിയാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഈ ശക്തികൾ എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ മക്കളായ ഈ മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഉപദ്രവിക്കാൻ വേണ്ടി. നോക്കൂ, ഞാൻ നേരത്തെ വായിച്ച ഉമർ ഫൈസിയുടെ ആ കാർഡ്, ഒരു ഫാദർ സിറിയക് തുണ്ടിയിൽ എന്ന് പറയുന്ന ഒരു വികാരി, ഒരു പ്രായമായ വികാരി, ഞാൻ വളരെ ബഹുമാനത്തോടെ കാണുന്ന, എനിക്ക് അത്രയ്ക്കും ബന്ധമുള്ള അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്ന ക്യാപ്ഷൻ ഇങ്ങോട്ടാണ്: അള്ളാഹു നേരിട്ട് വന്നാൽ ഞങ്ങൾ കൊടുക്കാം.
അള്ളാഹു നേരിട്ട് വന്ന് ചോദിക്കട്ടെ, ഞങ്ങൾ കൊടുക്കാം, വരട്ടെ. ഈ ഭൂമി അള്ളാഹുവിന് എവിടെ നിന്നു കിട്ടിയെന്ന് ഈ പറയപ്പെടുന്ന മഹാനൊന്ന് പറഞ്ഞു തരണം. വഖഫാണ് എന്ന് പറയുന്നതല്ല, അത് എങ്ങനെ വഖഫായി, എങ്ങനെ ആ വസ്തുക്കൾ അള്ളാഹുവിന്റെ കയ്യിലെത്തി എന്ന് ഒന്ന് വിശദീകരിക്കാമോ ശ്രീ ഉമർ ഫൈസി സാറേ? ഒരു വന്ധ്യവയോധികരായ ഒരു അച്ഛൻ ചോദിക്കുകയാണ്. തീർച്ചയായും ന്യായമാണ്. എങ്ങനെയാണ് ഈ ഭൂമി വഖഫായത്? ഇത് വഖഫിന്റേതാണെന്ന് പറയും, എങ്ങനെയാണ് വഖഫായത്? അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭൂമിയാണെങ്കിൽ അള്ളാഹു എന്ന് ചോദിക്കട്ടെ, കൊടുക്കാം. ഇവരാരും അള്ളാഹു രോഹിത് പറഞ്ഞ പോലെ ഇവർ വരുന്ന ഒരു കാലഘട്ടമുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ, ഹിസ്റ്ററി പരിശോധിച്ചാൽ ഇവിടെ മുസ്ലിംസ് വന്നതിന്റെ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിന് മുമ്പ് ഇന്ത്യ ഉണ്ടായിരുന്നു, ഭാരതം ഉണ്ടായിരുന്നു, ആർഷവ സംസ്കാരം ഉണ്ടായിരുന്നു, ഇവിടെ ആൾക്കാർ ജീവിച്ചിരുന്നു. അന്ന് താങ്കൾ പറഞ്ഞ പോലെ, കുമ്മനം പറഞ്ഞ പോലെ, ഇതൊരു ഹൈന്ദവ രാഷ്ട്രം തന്നെയായിരുന്നു, ആർഷഭാരത സംസ്കാരം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ അവിടേക്ക് ഇവർ വരികയും ഈ പറയുന്ന ക്രിസ്ത്യാനികളെ പരിശോധിച്ച്, നമ്മൾ മുസ്ലിംസിനെ മാത്രമല്ല ക്രിസ്ത്യാനികളെ പരിശോധിച്ച് നമുക്കറിയാം, നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കുകളിൽ പ്രത്യേകിച്ച് മിഷണറീസ് വന്ന കാലമുണ്ട്. അന്ന് ദാരിദ്ര്യ കാലമായിരുന്നു. ദാരിദ്ര്യം മാറാൻ വേണ്ടിയിട്ട് മതപരിവർത്തനം ഒരുപാട് നടന്നിരുന്നു. ഇപ്പോഴും നടക്കുന്നുണ്ട്. അന്ന് മിഷണറീസ് പഠിത്തത്തിനും എഡ്യൂക്കേഷൻ റിനോവേഷൻ, പിന്നെ ഒരുപാട് നവോത്ഥാനങ്ങൾ ഉണ്ടാക്കി. അതില്ലാന്ന് നമ്മൾ പറയില്ല. പക്ഷെ ആദ്യത്തെ കോളേജ് CMS കോളേജ് കോട്ടയം, കേരളത്തിൽ, ഇതൊക്കെ ക്രിസ്ത്യൻ മിഷണറീസിന്റെ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോളേജിനൊക്കെ അവരൊക്കെ എന്തെല്ലാം ആവശ്യങ്ങൾ ഉന്നയിക്കണം. ഈ പകുതി കേരളവും ഞങ്ങളുടെയാണെന്നോ? അങ്ങനെ നമ്മൾ ആദ്യം കേരളത്തെ കുറിച്ച്, ഒരാളെ കുറിച്ച് വഖഫിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുണ്ട്, പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കിയാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പരശുരാമന് കൊടുക്കേണ്ടത്. അങ്ങനെ വേണമെങ്കിൽ വിശ്വാസപരമായ വിശ്വാസങ്ങൾക്ക് മേൽ അതൊക്കെ നമുക്ക് പിടിക്കാവുന്നതാണ്. പക്ഷെ നോക്കൂ, വഖഫിൽ തന്നെയുള്ള ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ട്, ആവശ്യമെങ്കിൽ കൈമാറ്റം ചെയ്യാം എന്ന് പറയുന്നിടത്ത് നിന്ന് ഒരിക്കൽ നിങ്ങൾ പണത്തിന് വേണ്ടിയോ അല്ലോ മറ്റെന്തെങ്കിലും വേണ്ടിയോ കൈമാറ്റം ചെയ്ത ഭൂമി ആയിരിക്കാം. അതിന്ന് പണം കൊടുത്ത് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അവരുടെ അച്ഛന്റെയും അമ്മയുടെയും കാരണവന്മാരുടെയും ഒക്കെ കുഴിമാടങ്ങൾ അടക്കം ഉറങ്ങുന്ന മണ്ണാണത്. ഇത് നോക്കൂ, ഇതൊരു കേവലം മുനമ്പത്തെ വിഷയമല്ല. തളിപ്പറമ്പിൽ മുസ്ലിം ജനതയാണ്, ചാവക്കാടും തളിപ്പറമ്പിലും ഒക്കെ വലിയ രീതിയിൽ മുസ്ലിം ജനത തിങ്ങി പാർക്കുന്ന മേഖലയാണ്. കാരുണ്യവാനായ അള്ളാഹു സത്യത്തിൽ ഇതൊക്കെ കണ്ട് ചിരിക്കുന്നുണ്ടാകാം, ക്രോധാകുലനായി ഇരിക്കുന്നുണ്ടാകാം. അല്ലാതെ നമുക്ക് മറ്റെന്താണ് ഈ കാര്യത്തിൽ പറയാൻ സാധിക്കുക? എന്തായാലും ഇത് ഒന്ന് ഓർക്കുക, ഇത് ഭാരതമാണ്. ഇവിടെ സത്യം മാത്രമേ ജയിക്കുള്ളൂ. ഇനി സത്യമുണ്ടെങ്കിൽ പോലും അത് ആരാണോ ആവശ്യക്കാർ, അവകാശികൾ, അവർക്ക് മാത്രമേ അത് ലഭിക്കുള്ളൂ. കാത്തിരുന്ന് കാണാം വഖഫിൽ എന്താണ് സംഭവിക്കുന്നത്.